ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മാജിക് മോസ് വിത്ത് ചിക്കു ബിക്കു. ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോവാണ് മലക്കപ്പാറ വാൽപ്പാറയ്ക്ക്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ച് കുർബാനൊക്കെ കണ്ടിട്ടാണ് നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങിയത്. ഈ പള്ളിയാണ് നമ്മുടെ സെൻറ് മേരീസ് ലൂർദ് ചർച്ച്. ഈ കാണുന്ന മരങ്ങളാണ് നമ്മുടെ പാം ട്രീ. ഇതിൽ നിന്നാണ് നമ്മൾ ഈ പാം ഓയിലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ വ്യൂ പോയിന്റ്. നല്ല കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് കണ്ട ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതാണ് നമ്മുടെ വാഴച്ചാല് ചെക്ക് പോസ്റ്റ് കേട്ടോ. It's a new world out there, go make it. Doesn't it matter? Reach out for the stars and fly. പുതിയൊരു ലോകം ഇളം തെന്നൽ മോളും. അപ്പോൾ ഗൈസ്, നമുക്ക് ചെറിയൊരു പണി കിട്ടി. റോട്ടിക്ക് മരവും പോസ്റ്റൊക്കെ വീണ് ബ്ലോക്കായിട്ട് നിൽക്കാൻ. അപ്പോൾ നമുക്കിനി നമ്മുടെ ഫോറസ്റ്റുകാർ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോറസ്റ്റുകാർ എത്തി. 15 മിനിറ്റിൽ അവർ എത്തിയിട്ടാ. പരിപാടികളൊക്കെ ടപ്പേ നടക്കുന്നുണ്ട്. എല്ലാം നല്ല ഫാസ്റ്റായിട്ട് തീർന്നു. അങ്ങനെ നമ്മളൊരു 4-5 എയർപിന്നെ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ പെടൊരു വ്യൂ പോയിന്റ് കണ്ടു കേട്ടോ. എന്താ പറയാ, പെട സാധനം. അങ്ങനെ ഒരു 12 മണി 12:30 ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നമ്മുടെ ബിസ്മി ഹോട്ടലിൽ കയറി.
ഇപ്പൊ ഞാൻ ഈ പൊട്ടിക്കണ സാധനം എന്നിട്ട് കണ്ണുനീർത്തുള്ളിയ എന്താ പറയണ ഒരു സാധനം കേട്ടാ. സാധനം നമ്മള് കണ്ണിൽ വയ്ക്കുമ്പോൾ നല്ല രസമാണെന്നാണ് കേട്ടത്. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ വണ്ടി എടുത്ത് നമ്മുടെ മമ്മി കേട്ടാ. ഗംഭീര ഡ്രൈവറാണ്. ഇനി പെട്ടെന്ന് ഒരു പെഡ എന്നെ പെടാ. അപ്പൊ നമ്മൾ ഈ സിറ്റുവേഷനെ പറ്റിയൊരു പാട്ട് അങ്ങോട്ട് ഇലക്കിട്ടാ. വെണ്ണിലവമുഖം മൂടിയത് ഏനോ കാൽമേഘം തേടലൊരു കണ്ണിൽ മൂടൽ ഒരു കണ്ണിൽ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്ത പണി. നമ്മളിവിടെ 1 മണിക്കൂർ പെട്ടുട്ടാ. അങ്ങനെ നമ്മൾ തമിഴ്നാട് കയറി. തമിഴ്നാട് മുട്ടണ്ടാ. ബെസ്റ്റ് റോഡും സെറ്റപ്പ് ക്ലൈമറ്റും. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ ഷോളയാർ ഡാം. നമ്മൾ തമിഴ്നാട് കടന്ന് ഒരു 5-6 കിലോമീറ്റർ കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ഈ ഡാം കാണുക. അതിമനോഹരമായ ഒരു ഡാമാണിത്. നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഡാമിൻ്റെ മോൾ ഭാഗത്തേക്ക് പോകാം. ദൂരം യാവും നെഞ്ചിലെ ரீங்கார நினைவுகளாக அணைய இங்கே மிஞ்சுதே. நூலறிந்த பட்டம் போல உன்னை சுற்றி நானும் ஆட, கைகள் நீட்டி நீயும் பிடிக்க காத்திருக்கிறே. இதற்கெல்லாம் அர்த்தங்கள் என்ன கேட்க வேண்டும் உன்னை. காலம் கை கூடினார் கதை போமா, கதை போமா, கதை போமா. ஒன்றாக நீயும் நானும் தான். கதை போமா, கதை போமா, கதை போமா. நீ பேச பேச காயமாறுமே. സുന്ദരി തുമ്പി ചെമ്പക കൊമ്പിൽ സുൻ സുൻ ചൂളൻ മൂളൻ സുന്ദരി തുമ്പി ചെമ്പക കൊമ്പിൽ സുൻ സുൻ ചൂളൻ മൂളൻ മഞ്ഞുമാർഗഴി മാസമായി നെല്ലുമലയിൽ തിരിക്കണം. കറ്റുപോവണ കള്ളക്കാറ്റിന് നാണം നടടി. സുന്ദരി തുമ്പി ചെമ്പക കൊമ്പിൽ സുൻ സുൻ ചൂളം മൂളൻ. என்னை நானே கேட்கிறேன், வைரம் ஒன்றை கையில் வைத்து எங்கே தேடி அலைந்தாயோ. അപ്പം നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്ത് ഇപ്പം നമ്മളൊരു തേയില ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ ഇറങ്ങിക്കാണ്. கைகள் கோர்த்து பேசினாலே தைரியங்கள் தோன்றுமே. നമ്മൾ വീണ്ടും കുറച്ച് എയർപിന്ന് കയറി കഴിഞ്ഞപ്പോൾ ഇത് നിറച്ച് കോട നമുക്ക് വഴി തന്നെ മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്കും കോട ചുറ്റി കൂടി നിൽക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഗൈസ്, നമ്മൾ ആ കോടമഞ്ഞിൻ്റെ താഴ്വരയിൽ കുറേ നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കടയ്ക്ക് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട്?
ഇളം ചൂടിൽ ആ നെഞ്ചിൽ നമ്മൾ തേയിലത്തോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ബെസ്റ്റ് കട, നല്ല ആംബിയൻസ് ഉള്ള ഒരു ബെസ്റ്റ് കട കണ്ടപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ കയറിയിട്ടാ. ഒരുമിച്ച് തെന്നൽ തേരിൽ മണലോരം നീളെ പാറാം കിനാവിൻ അങ്ങനെ നമ്മുടെ തൃശ്ശൂരിൻ്റെയും തമിഴ്നാടിൻ്റെ ഇടയിലുള്ള ഈ മലക്കപ്പാറയും വാൽപ്പാറയും നമ്മൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞുട്ടാ. നല്ലൊരു സ്ഥലമാട്ടോ നമ്മുടെ ഈ മലക്കപ്പാറ വാൽപ്പാറ റൂട്ടും അവിടെ കാണാനുള്ള കാഴ്ചകളും. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഓരോ കാഴ്ചകളൊക്കെയാണ്. നമ്മൾ ഈ വീഡിയോയിൽ പകർത്തുന്ന പോലെയല്ല, അത് നമ്മൾ പോയി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ്സും എല്ലാ ടെൻഷൻസും ഒക്കെ മാറുന്ന അതിമനോഹരമായ ഒരു സ്ഥലമായിരുന്നു അത് കേട്ടോ. കാറ്റത്ത് കാണാൻ കേട്ടാ നമ്മുടെ പൊള്ളാച്ചി ടൗൺ. പിന്നെ ഈ വെള്ളമൊക്കെ നമ്മുടെ ആളിയാർ ഡാമിത്തെ വെള്ളാട്ടാ. കണ്ണേ കണ്ടാൽ നിന്നെ മിണ്ടിയിടുന്നേ നെഞ്ചം താനേ മനസ്സുകളെ നാം പോകും ദൂരം ഇതുവരെയും ഞാൻ കാണാ ദൂരം. ഇതാണ് എൻ്റെ അച്ഛൻ. അങ്ങനെ നമ്മൾ ഒരു 10-20 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ആളിയാർ ഡാമിൻ്റെ മുകളിലെത്തിയിട്ടാ. ആളിയാർ ഡാമിൻ്റെ അടിയിൽ പാർക്കും ബൊട്ടാണിക്കൽ ഗാർഡൻ പോലെ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ടവർ. പിന്നെ മുകളിലാണെങ്കിൽ പേട സീനറി. പതിവുകളായി എന്നും പ്രഭാതങ്ങൾ നിൻ ചുവടുകളെ. അങ്ങനെ നമ്മൾ ഡാമിൽ ഇറങ്ങി കുറച്ച് വഴി കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയായി. മുന്നിൽ തെളിഞ്ഞിടും ഈ വഴികളിലായി പോയിടിലും നിഴലുകളായി നടന്നു. നമ്മളെല്ലാം കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുന്നു. ഏതാ ഈ സ്ഥലത്തിന് പേര്? കൊരക്കഫ്. നമ്മളുള്ളിൽ കഴിഞ്ഞു. അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ് നമ്മുടെ ബിക്കു പപ്പ മമ്മി വിളിക്കുന്നു. നമുക്കും പതുക്കെ വിളിക്കാം. എന്നിൽ ഈ നിറമഴ തുള്ളികൾ പെയ്യും നിൻ